മന്നയിലെ വമ്പൻ കവർച്ച. സംസ്ഥാനത്തെ മോഷണ കേസുകളുടെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ പലവിധ കാരണങ്ങൾ കൊണ്ട് നിരവധി അപൂർവതകളും സവിശേഷതകളുമുള്ള കേസാണിത്. ഒരു വീട് കുത്തി തുറന്ന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന അളവിലുള്ള മോഷണം നടക്കുന്ന കേസാണ് വളപട്ടണം മന്നയിലേത്. അതായത് 1,21,00,000 രൂപയും 267 പവൻ സ്വർണവും. കേസ് അന്വേഷണവും റെക്കോർഡ് വേഗത്തിൽ പ്രതിയിലേക്ക് എത്തിച്ചതും മോഷണ ശൈലിയും ഒക്കെ പലവിധ കാരണങ്ങൾ കൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, ശ്രദ്ധയർഹിക്കുന്നുണ്ട്. കൗതുകകരമായ പല പ്രത്യേകതകളുമുണ്ട്. അങ്ങനെ കണ്ണൂർ വളപട്ടണത്തുള്ള അഷ്റഫിൻ്റെ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ള 1 കോടി രൂപയും 300 പവനും ഇതായിരുന്നു കണക്കിലുണ്ടായിരുന്നത്. ഓക്കെ, അത് പിടിച്ചു വന്ന സമയത്ത് 1,20,00,000 രൂപയും 267 പവൻ സ്വർണവും അത് തട്ടിക്കൊണ്ട് പോയിട്ടുള്ള നമ്മുടെ ലിജീഷ് എന്ന് പറഞ്ഞിട്ടുള്ള കള്ളനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കള്ളനെ പിടിച്ചതിന് ശേഷം എല്ലാവരും പോലീസിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ സാജൻ സ്കറിയ, മറുനാടൻ മലയാളിയിലെ സാജൻ സ്കറിയയ്ക്ക് ഇതെന്തോ ഒരു ഉഡായിപ്പ് മണക്കുന്നുണ്ടല്ലോ എന്നുള്ള സെറ്റപ്പിൽ വന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ മറുനാടൻ മലയാളിക്ക് എന്തെങ്കിലും ഒരു കേസിൽ പോലീസുകാരെ നല്ലത് പറയുകയോ അല്ലെങ്കിൽ സർക്കാരിന് നല്ലത് പറയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് വശവുമായിട്ട് നമ്മുടെ സാജൻ സ്കറിയ സ്ഥിരമായിട്ട് വരാറുള്ളതാണ്. ഓക്കെ, ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മുടെ കേരള പോലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കേസ് വിജയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടി എടുത്തിട്ട് പൊക്കി അടിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഓക്കെ, പക്ഷേ ഈ ഒരു കേസിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കാതെ വെറുതെ അവർ ഉഡായിപ്പാണോ അല്ലെങ്കിൽ ഇതെന്തോ തട്ടിപ്പാണല്ലോ എന്നൊക്കെയുള്ള രീതിയിലുള്ള വീഡിയോസാണ് നമ്മുടെ സാജൻ സ്കറിയ ഈ ഒരു കേസിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് 1-2 കാര്യങ്ങൾ പറയണം തോന്നി. കാരണം സാജൻ സ്കറിയ ഇതിൽ പ്രതിപാദിക്കുന്ന മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ, അതായത് ഇതിലൊരു പോലീസുകാരൻ പറയുന്നുണ്ട് പ്രതിയുടെ തലയിൽ നിന്നും എന്തോ ചെലന്തിവല കണ്ടു. അപ്പോൾ ചെലന്തിവലയും കൊണ്ട് 2-3 ദിവസം നിന്നോ കുളിക്കാണ്ട് നിന്നോ എന്നൊക്കെയാണ് നമ്മുടെ സാജൻ സ്കറിയൻ്റെ ഡൗട്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. സാജൻ സ്കറിയൻ്റെ ഡൗട്ട് എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ അതിനുള്ള മറുപടി നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, തൊട്ടടുത്ത വീടുകളിലെല്ലാം പോയി. അങ്ങനെ ലിജേഷിന്റെ വീട്ടിലും ചെന്നു. പക്ഷെ പോലീസിന് സംശയം തോന്നിയില്ല. എന്നിരുന്നാലും കൂട്ടത്തിലുണ്ടായിരുന്ന SI ഉണ്ണികൃഷ്ണനോ മറ്റാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ ലിജേഷിന്റെ തലയിൽ ഒരു ചിലന്തി വലയുണ്ടായിരുന്നു എന്നത് ശ്രദ്ധിച്ചു. ഇതാണ് ഇന്നത്തെ മാധ്യമങ്ങളിലെ വാർത്ത. പോലീസ് പറയുന്ന കഥയാണ്. ആ ചിലന്തി വലയാണ് ഈ കേസന്വേഷണത്തിന് നിർണായകമായ ഘടകമായി മാറിയതെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ അവിശ്വസനീയമാണ്. കാരണം ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് 2 ദിവസം കഴിഞ്ഞാണ് ലിജേഷിന്റെ വീട്ടിൽ പോലീസ് പോകുന്നത്. ഇത്രയും ദിവസം, അതായത് ഈ മോഷണം നടന്ന് 3-4 ദിവസം കഴിഞ്ഞാണ് വീട്ടുകാർ വരുന്നത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞാണ് പോലീസ് ലിജേഷിന്റെ വീട്ടിൽ പോകുന്നത്. അന്ന് ആ ലിജേഷിന്റെ തലയിലുണ്ടായിരുന്ന ചിലന്തി വലയാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത് എന്ന് പോലീസ് പറയുമ്പോൾ അവിശ്വസനീയമായ കാര്യം. അത്രയും ദിവസം ലിജേഷ് കുളിച്ചില്ലേ എന്ന ചോദ്യമാണ്. ലിജേഷിന്റെ വീട്ടുകാർ, ലിജേഷിന്റെ ഭാര്യ, മക്കളൊന്നും ഈ ചിലന്തി വല കണ്ടില്ലേ എന്ന ചോദ്യം ബാധകമാണ് വാസ്തവത്തിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സാജൻ ചേട്ടൻ്റെ ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സാജൻ ചേട്ടൻ പറയുന്നത് ഈ മോഷണത്തിന് ശേഷവും ചിലന്തി വല തലയിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന ലിജേഷ് നടന്നു, എന്നിട്ടും ചങ്ങായി കുളിച്ചില്ലേ, വീട്ടിൽ പല പരിപാടികളും നടത്തുന്നതല്ലേ, അതായത് പല സ്ഥലത്തും പോകുന്നതല്ലേ, എന്നിട്ടും ചങ്ങായിൻ്റെ തലയിൽ ആ ചിലന്തി വല ഉണ്ടായത് എങ്ങനെ എന്നൊക്കെയാണ് നമ്മുടെ സാജൻ ചേട്ടൻ്റെ ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ ചിലന്തി വല വന്നത് ഈ പറയുന്ന മോഷ്ടിച്ച സ്ഥലത്തു നിന്നല്ല. ഓക്കെ, ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ ഈ മോഷണം അറിഞ്ഞതിന് ശേഷം, അതായത് അഷ്റഫ് വന്നല്ലോ 2-3 ദിവസത്തിന് ശേഷം വന്ന് അവർ കംപ്ലൈൻറ്റ് ചെയ്തതിന് ശേഷം ഇവർ അടുത്തുള്ള വീടുകളിലൂടെ എല്ലാം ഓരോരുത്തരായിട്ട് സംസാരിക്കാൻ വേണ്ടി പോയി. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന ലിജേഷിൻ്റെ വീട്ടിലെത്തിയ സമയത്ത് ചങ്ങായിൻ്റെ തലയിൽ ഇതേപോലെ ചിലന്തി വല കണ്ടു. ഓക്കെ, അങ്ങനെ ചിലന്തി വല കണ്ടപ്പം പുള്ളിക്കാരി എന്താണ് ചിലന്തി വല എന്നൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ ഈ പറയുന്ന കട്ടിലില്ലേ, കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ വെറുതെ നോക്കുമ്പം അവിടെയും ചിലന്തി വല കണ്ടു. അപ്പോൾ ആ സമയത്ത് കട്ടിലിൻ്റെ അടിയിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും പോലീസുകാർ ശ്രദ്ധിച്ചില്ല. പക്ഷേ എന്നാലും പിന്നീട് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് കട്ടിലിൻ്റെ അടിയിലും ചിലന്തി വല കണ്ടു, ഇയാളുടെ തലയിലും ചിലന്തി വല കണ്ടു. അങ്ങനെയാണ് ഇനി ഇദ്ദേഹം ആവാനുള്ള ചാൻസ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് അവർ. അല്ലാതെ ഈ പറയുന്ന ചിലന്തി വല കണ്ടതുകൊണ്ടല്ല ലിജേഷിനെ പിടിച്ചതും ചോദ്യം ചെയ്തതും. എല്ലാവരുമായിട്ട് ചോദ്യം ചെയ്ത സമയത്ത് ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനൊരു കണ്ടു, തലയിൽ ഇങ്ങനെ ചിലന്തി വല കണ്ടു, അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിലും ചിലന്തി വല കണ്ടു. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്തിട്ട് അവർ ഇതാവാം അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. അല്ലാതെ ഇയാൾ കക്കാൻ വേണ്ടി ചെന്നപ്പോൾ അഷ്റഫിൻ്റെ വീട്ടിൽ ചിലന്തി വല ഉണ്ടായിരുന്നു, എന്നിട്ട് അത് തലയെ പറ്റി, എന്നിട്ട് ഇയാൾ ഇതും കൊണ്ട്
5-6 ദിവസം നടന്നു എന്നല്ല പറയുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ പറയുന്ന പോലീസുകാരൻ തന്നെ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ആ സമയത്തൊക്കെ പ്രതി തൊട്ടപ്പുറത്തെ വീട്ടിലിരിക്കുന്നുണ്ടാവും, നിങ്ങളെ കാണുന്നുണ്ടാവും. എന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്ന ആളെ ആദ്യം? അത് ഞാൻ 26-ാം തീയതിയോ 25-ാം തീയതിയോ എന്നറിയില്ല. അന്നേ ദിവസം ഞാൻ പോയ സമയത്ത് ഇയാൾ എല്ലാ വീടുകളും ഞാൻ കയറിയിരുന്നു. അതായത് ഇയാൾ ഈ സംഭവം നടന്ന വീടിൻ്റെ തൊട്ട് ബാക്കിൽ ഞങ്ങളെല്ലാവരും, നമ്മളെ ഒരു 10-20 ടീം വർക്കായി പോകുന്ന ആൾക്കാർ. പക്ഷേ ഞാനൊരു ദിവസം നമ്മൾ കയറിയ സമയത്ത് ഇയാളുടെ തലയിൽ ഒരു ചെലന്തി വല പോലെ കുറേ സാധനം കണ്ടപ്പോൾ ഞാൻ ഒരു സംശയത്തിൻ്റെ നിഴൽ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ അത് ആ സമയത്ത് ഞങ്ങൾ പിന്നെ ഡെവലപ്പ് ചെയ്ത് CCTVയിലൂടെ ഇവൻ്റെ സാന്നിധ്യം ഞങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷമാണ് പ്രതിയിലേക്ക് കടന്നത്. ഒരുപക്ഷെ ആ മോഷണ വസ്തുക്കൾ ഒളിപ്പിക്കുന്ന സമയത്ത് തലയിൽ വന്നതായിരിക്കണം. പറയാൻ കഴിയില്ല. കട്ടിലിനടിയിൽ മാറാല ഞാൻ കണ്ടിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അയാൾ ഈ അറയുണ്ടാക്കിയ കട്ടിലിനടിയിൽ മാറാല ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇതിൽ കറക്റ്റായിട്ട് പോലീസുകാരൻ പറയുന്നുണ്ട്, ഇയാളുടെ കട്ടിലിൻ്റെ അടിയിൽ മാറാല കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഈ പോലീസുകാരൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മറുനാടൻ സാജന് ചെറിയൊരു പിഴവ് പറ്റിയതാണ്. അതായത് പോലീസുകാരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആവുന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് മാറാല എന്ന് കേട്ടു, കള്ളനെ പിടിച്ചത് ഈ മാറാല കാരണമാണ് എന്നൊക്കെ കേട്ടപ്പോഴത്തേനും ഓടി വന്ന് വീഡിയോ ചെയ്തു. അത്രയേ ഉള്ളൂ. കാരണം എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കേരള പോലീസിനെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെയും എല്ലാവരെയും കുറ്റം പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ടെടുത്തൊരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് അത് സാധാരണ ഒരാൾക്ക് കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പോലീസുകാരനും ഈ പറയുന്ന മാധ്യമപ്രവർത്തകനും പറയുന്നത്. കാരണം കട്ടിലിൻ്റെ അടിയിൽ മാറാല ഉണ്ടായിരുന്നിരിക്കാം അല്ലേ, അങ്ങനെയാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഈ പറയുന്ന മാറാല വന്നത് അഷ്റഫിൻ്റെ വീട്ടിൽ നിന്നല്ല, ഈ പറയുന്ന സ്വന്തം വീട്ടിലെ കട്ടിലിൻ്റെ അടിയിൽ നിന്നാണ് എന്നുള്ളത്. അപ്പോൾ അതാണ് സംഭവം. എങ്ങനെയെങ്കിലും 2 കുറ്റം പറയുക പോലീസുകാരെ, അത്ര തന്നെ. ബാക്കിയുള്ള കേസുകളുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു കേസിൽ നമ്മുടെ കേരള പോലീസ് കാണിച്ചത് ഒരു നമ്പർ 1 പരിപാടി തന്നെയാണ്. അതായത് ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു കള്ളനെ പിടിക്കുക. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മാറാലയോ അല്ലെങ്കിൽ ഇത് മാത്രമല്ല, CCTV, ഫിംഗർ പ്രിൻറ്റ്, കോൾ ഡീറ്റെയിൽസ്, അങ്ങനെ പലതും ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന പ്രതിയിലേക്ക് എത്തുന്നത്. ആ പ്രതിനെ വിളിച്ചിരുത്തി ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം, അതും മണിക്കൂറുകളോളം ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന പ്രതിയിലേക്ക് കറക്റ്റായിട്ട് അവരെത്തിയത്. അല്ലാതെ ഒരു മാറാല തലയിൽ വന്നതുകൊണ്ടല്ല. സാജൻ സ്കറിയൻ്റെ ഈ വീഡിയോൻ്റെ തംബ്നെയിൽ തന്നെ മാറാലനെ കുറിച്ചുള്ള സംഭവമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സ്കറിയ പോലീസുകാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കേരള പോലീസുമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അവർ ചെയ്യുന്ന നല്ലതിനെ നല്ലതെന്ന് പറയുകയും മോശമുള്ളതിനെ മോശം എന്ന് പറയുന്നതിനും പ്രശ്നമില്ല. പക്ഷേ എല്ലാത്തിനും കയറി മോശം എന്ന് പറയുന്നത് അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല. സാജൻ സ്കറിയ ഈ ഒരു കേസിൻ്റെ ഇടയിലൂടെ നവീൻ ബാബുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേരള പോലീസിൻ്റെ അലസതയെക്കുറിച്ചും പറയുന്നുണ്ട്. ഓക്കെ, അത് കറക്റ്റാണ്. അതിനെക്കുറിച്ച് നമുക്ക് വേണേൽ പറയാം. അതായത് ആ കേസിൽ, നവീൻ ബാബുവിൻ്റെ ആ ഒരു കേസിൽ കേരള പോലീസിൻ്റെ അലസത അല്ലെങ്കിൽ അലംഭാവം, അത് കാരണം ഇതുവരെയും ഒന്നും ആയിട്ടില്ല. അതൊക്കെ നമുക്ക് വേണേൽ പറയാം. പക്ഷേ ഈ ഒരു കേസിൽ, ഈ ഒരു കള്ളൻ്റെ കേസിൽ പോലീസുകാർ എന്തൊക്കെയോ ഉടായ്പ കളിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള സംശയത്തിൻ്റെ രീതിയിൽ സംസാരിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടേണ്ടി വന്നത്. ഈ ഒരു കേസിൽ അഷ്റഫിൻ്റെ വീട്ടിൽ ഇത്രത്തോളം പൈസ അതെങ്ങനെ വന്നു എന്നുള്ളത് അതിനെക്കുറിച്ചും സാജൻ പറയുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം ഉണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകും എന്നുള്ളത് കഴിഞ്ഞ ദിവസം SP-ൻ്റെ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പുറത്തോട്ട് വരട്ടെ. കാരണം ഇത്രയും പൈസ ഒരു വീട്ടിൽ സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. കാരണം ഒരു വീട്ടിലൊരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ തന്നെ വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് പേടിയും മടിയുമുള്ള ആളുകളാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ 1,20,00,000 രൂപയും 100ഓളം സ്വർണവും വെച്ചിട്ട് പോകുക എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് ഉടായ്പ് മണക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പോലീസുകാർ എന്തായാലും കണ്ടുപിടിക്കട്ടെ. ഇത്രത്തോളം കണ്ടുപിടിക്കാൻ പറ്റുന്ന പോലീസുകാർക്ക് അതും കൂടെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. പോലീസല്ല, EDയോ ആരെങ്കിലും വന്നിട്ട് അന്വേഷിക്കട്ടെ. കേരള പോലീസ് ഈ ഒരു കേസിൽ നമ്പർ 1 തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത്രയും പെട്ടെന്ന്, അതും മോഷണം നടന്ന് ഇത്രയും ദിവസത്തിന് ശേഷം അന്വേഷിച്ചിട്ട് പോലും അവർക്ക് പ്രതിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് കൊടുക്കാം ഒരു ബിഗ് സല്യൂട്ട്.